അപ്പൂപ്പ, എന്റെ അപ്പൂപ്പ, ഞങ്ങളെ വിട്ടു പോയല്ലോ അപ്പൂപ്പ, എന്റെ അപ്പൂപ്പ. ശോശാമേ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? ഇല്ലെന്ന്. കരയാൻ വരട്ടെ, കരയാനുള്ള ചാൻസ് തരാം. അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ് ശോശാമേ. മരിച്ചിട്ടില്ലായിരുന്നോ? മരിച്ചു എന്ന് കരുതിയാ ഞാൻ വന്നത് കേട്ടോ. പൗലോസേ, മരിച്ചു കഴിഞ്ഞാ ശവപ്പെട്ടി എന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം കേട്ടോ. ഇറങ്ങിപ്പോടെ, ജീവനുള്ള മനുഷ്യന്റെ ശവം ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു. ഹലോ, മാവുങ്കൽ ഹൗസ്, മാവുങ്കൽ ഇട്ടിച്ചൻ മുതലാളി സ്പീക്കിംഗ്. ഇല്ലെന്നേ, മരിച്ചിട്ടില്ല. മരിച്ചെന്നാണോ നാട്ടിലൊക്കെ പാട്ട്? ആ, എന്നാൽ അത് തിരുത്താനൊന്നും പോവണ്ട, ഉടനെ ഉണ്ടാകുന്നേ. വയസ്സ് 90 കഴിഞ്ഞില്ലേ, ശക്തിയായി വായു വലിച്ചുകൊണ്ടിരിക്കുക. അധികം നേരം വിട്ട് നരകിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്ക്. തീർന്നാൽ ഉടനെ വിവരം അറിയിക്കാം. നമുക്കൊന്ന് കൂടണം കേട്ടോ. അപ്പൂപ്പ, എന്റെ അപ്പൂപ്പ, ഞങ്ങളെ വിട്ടു പോയല്ലോ അപ്പൂപ്പ. ഒന്ന് നിർത്തടി പൗലോച്ച. നിന്റെ അപ്പൻ നല്ലൊരു മനുഷ്യനായിരുന്നു. പള്ളിമേടിലേക്ക് ഇട്ടി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞേട്ടോ. എന്റെ അപ്പനൊന്നും മരിച്ചോട്ടെ അച്ചോ, എന്നിട്ട് മതി അനുശോചനം പ്രകടിപ്പിക്കൽ. അതെന്താ പറയുന്നേ? അപ്പൊ മരിച്ചില്ലായിരുന്നോ? അപ്പൊ ഇട്ടി എന്താ വിളിച്ചു പറഞ്ഞത്? അതിപ്പോ അച്ചോ എപ്പോഴാണെങ്കിലും മരിക്കുമല്ലോ അച്ചോ. കിടന്നൊന്നും അറിയിക്കാതെ വേഗം ഒന്ന് മരിക്കാൻ അച്ഛനും കൂടി ഒന്ന് പ്രാർത്ഥിക്കുന്നേ. എടാ ഇട്ടി, നീ എന്ത് മകനാടാ നീ? അല്ലേലും ഈ അച്ഛനൊന്നും പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കില്ല. അതൊക്കെ മാട്ടിൻ പള്ളിയിലെ ഷിജോ അച്ഛൻ പ്രാർത്ഥിച്ചാൽ അച്ചട്ടല്ലേ. ഓ, അച്ഛന് പ്രാർത്ഥിക്കാൻ മേലേൽ അച്ഛനങ്ങ് പോട്ടെ. കപ്പിയാര് പ്രാർത്ഥിക്കുക കപ്പിയാരെ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ഈ കപ്പിയാരുടെ കാര്യം. ജോയിച്ചേട്ടൊന്ന് വന്നേ. ഇട്ടി, കർത്താവ് ആരെയാണ് ആദ്യം വിളിക്കണമെന്ന് ആര് കണ്ടു? അങ്ങനെ എന്തോ അടി ഉദ്ദേശിച്ചത്? ആ, അത് തന്നെ. ഇനി നോക്കിയും കൊണ്ടൊക്കെ നടന്നു. എന്റെ കർത്താവേ. ഹലോ, മാവുങ്കൽ ഹൗസ്, മാവുങ്കൽ ഇട്ടിച്ചൻ മുതലാളി സ്പീക്കിംഗ്. ആ, ലില്ലിക്കുട്ടിയായിരുന്നോ? എന്തുണ്ട് വിശേഷം? എപ്പോ വിളിക്കാം. മാത്യൂസേ, ദാ ജർമ്മനിയിൽ നിന്ന് ലില്ലിക്കുട്ടിയുടെ ഫോൺ. ഹലോ, അതെ ഞാനാടി. നീ പുറപ്പെട്ടില്ലേ? 2 ദിവസത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലെന്നോ? എന്ത്? 2 ദിവസം കഴിഞ്ഞ് മരിച്ചാ മതിയെന്നോ? അത് കൊള്ളാം. അത് നമ്മളാണോടി തീരുമാനിക്കുന്നത്? അത് നമ്മുടെ മുകളിലിരിക്കുന്ന ആളല്ലേ. 7 അടിയന്തരത്തിനെത്താന്നാ? ഓ, അത് മതി. നീ 7 അടിയന്തരത്തിന് വന്നാ മതി. ആ, ശരി, ഓക്കെ. ദേ, നിങ്ങൾ ചെന്ന് എന്തെങ്കിലും കഴിക്കാനെടുത്ത് വെക്കേ. ഇപ്പോഴേ എന്തെങ്കിലും കഴിച്ചില്ലേ പിന്നെ ശവം എടുക്കുമ്പോ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പൂപ്പനോട് നിനക്ക് ഒരു സ്നേഹവും ഇല്ലല്ലോടി. സ്നേഹമില്ലാഞ്ഞിട്ടല്ല മനുഷ്യനെ. ഗ്യാസ് കയറിയാ പിന്നെ എനിക്കൊന്നും മര്യാദക്ക് കരയാൻ പോലും പറ്റിയല്ല. അതിനുള്ള ശക്തി വേണ്ടേ? നിങ്ങൾ വേഗം ഒന്ന് ചെല്ല്. ശരി, എങ്ങനെ ആയാലും വേണ്ടില്ല. ഈ ഇടവകയിലെ ഏറ്റവും നല്ല കരച്ചിൽ എന്റെ ശോശയുടെ ആവണം. ആന്റി, കൊച്ചപ്പൂപ്പ, ഇത് വലിയപ്പൂപ്പൻ കണ്ണു തുറന്നു. മരിച്ചു എന്ന് കരുതി പറ്റിക്കുന്നത് 3-ാം തവണയാ. എന്തെല്ലാം പ്രതീക്ഷകളും കണക്കുകൂട്ടലുമായിരുന്നു, എല്ലാം തീർന്നില്ലേ? ദേ, അപ്പൂപ്പൻ ദേ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു.
ഏട്ടി അതെന്തോ ആയിട്ടി ഇങ്ങ കൊണ്ടുവന്നേ? ഇതാ അപ്പൂപ്പ, അപ്പൂപ്പന്റെ റീത്ത്. ഞങ്ങളെ വെറുതെ കൊതിപ്പിക്കുമായിരുന്നു അല്ലേ? അകത്ത് കിടന്ന് ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചത്ത് അടിയന്തരം ഉണ്ടാമെന്ന് ആരും സ്വപ്നം കാണണ്ട. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 90 കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ ചാകാൻ വേണ്ടി നേർച്ച നേർന്ന് മെഴുകുതിരി കത്തിച്ചവർക്ക് ഈ റീത്ത് വെച്ചിട്ടേ ഈ മാവുങ്കൽ മർക്കോസ് ചാകത്തുള്ളൂ മക്കളെ. അപ്പൂപ്പന് ശവക്കുഴിതുകൊണ്ടെന്ന് എൻ്റെ ചെറുമക്കളൊക്കെ എന്ന് ഓർത്തോ? എൻ്റെ അപ്പൻ 100 കഴിഞ്ഞിട്ടാ ചത്തത്. ഞാൻ ആ അപ്പൻ്റെ മോനാ. 100 കഴിയാതെ ഞാനും ചാകത്തില്ല മക്കളെ. ശോശേ, നമ്മുടെ അപ്പൂപ്പന് കുറേ നാളുകളായി കത്തുകൾ വരുന്നുണ്ടല്ലോ. ആരുടെ കത്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതെ, കുറെ കാലമായി തുടങ്ങിയിട്ട്. ആരുടേതാന്ന് ചോദിച്ചായിട്ട് പറയത്തുമില്ല. ഇങ്ങത്താ മോളെ, നോക്കട്ടെ. ഇത് അപ്പൂപ്പനുള്ളതാ, ഞാൻ തരത്തില്ല. മോളെ, ആ കത്തൊന്ന് തന്നെ ആന്റിക്ക് ഒന്ന് നോക്കട്ടെ. അയ്യോ വേണ്ട ആന്റി, അപ്പൂപ്പൻ കണ്ട വഴക്ക് പറയും. മോളെ, ആ കത്തിങ്ങത്താ. ആരുടേതാണെന്ന് അങ്കിളൊന്ന് നോക്കട്ടെ. ഞാൻ തരത്തില്ല, ഇത് അപ്പൂപ്പനുള്ളതാ. തരമാട്ടെ, തരമാട്ടെ. അപ്പൂപ്പന്റെ കത്ത് നീ എങ്ക പക്കൽ തരമാട്ടെ. എടി അയോഗ്യ പയലേ, ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാരം നടനമായിടുവേ. ഇട്ടിച്ചാ ഞാൻ എന്തേലും പറഞ്ഞോ ശോശേ? മതി നാഗവല്ലി കളിച്ചത്. ദേ കത്ത് കിട്ടി. ശോശേ, ഞാൻ പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കാം. ഇങ്ങ് താ ശോശേ, ഞാൻ പൊട്ടിക്കാന്നേ. ഞാൻ പൊട്ടിച്ചോളാം. ഇതാ അപ്പൂപ്പ, അപ്പൂപ്പന്റെ കത്ത്. ഞാൻ പൊട്ടിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും ഇല്ലല്ലോ. ഒരു വിഷമവും ഇല്ല അപ്പൂപ്പ. അപ്പൂപ്പൻ ധൈര്യമായിട്ട് പൊട്ടിക്കേ. ദാ പിടിച്ചോ. അയ്യോ, എനിക്കിട്ട് പൊട്ടിക്കാൻ അല്ല അപ്പൂപ്പ, കത്ത് പൊട്ടിക്കാനല്ലേ പറഞ്ഞത്. അയ്യോ, എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ശോശേ, നിനക്കെങ്ങനെ പൊട്ടിക്കണോ? അയ്യോ വേണ്ടായേ, അവിടെ പൊട്ടിച്ചപ്പോഴേ മതിയായി. പറ അപ്പൂപ്പ, ആരുടെ കത്താ? ഹാ, അതിനാണോ ഈ ബഹളം? എന്നോടൊന്ന് ചോദിച്ചാ പോരെ, ഞാൻ പറയില്ലേ. എന്റെ കർത്താവേ, ഇത്രയും നല്ല മനുഷ്യനെയാണോ നമ്മൾ തെറ്റിദ്ധരിച്ചത്? ആരുടെ കത്താ? മരിച്ചുപോയ എന്റെ ഭാര്യയുടെ കത്ത. ആണോ? അതായിരുന്നോ? മരിച്ചുപോയവരുടെ കത്തോ? ഹാ, അവള് നരകത്തിന്റെ അടിത്തട്ടി കിടന്ന് എഴുതിയതാ. വേഗം അങ്ങോട്ട് ചെല്ലാൻ. ഓ, ഇതെല്ലാം നരകത്തിന്റെ അടിത്തട്ടിലേക്കേ പോകത്തുള്ളൂ. ശോശമ്മക്കുഞ്ഞു വല്ലതും പറഞ്ഞോ? അത് പിന്നെ അമ്മൂമ്മ ഭാഗ്യവതിയായിരുന്നെന്ന് പറയുമായിരുന്നു. വേണ്ട മോളെ, എന്റെ മോൻ പൗലോച്ചൻ നല്ലവനാണെങ്കിലും അവന് പിറന്ന 2 പെൺമക്കളും സർപ്പങ്ങളാ, സർപ്പങ്ങൾ. മൂത്ത സർപ്പം ആ പോയത്. ഇളയ സർപ്പം ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ജർമ്മനിയിൽ കിടക്കുന്ന നിന്റെ മമ്മി ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി സർപ്പമാണെങ്കിലും അവളുടെ മകളായ നീ മാണിക്യമാണ്. ഈ അപ്പൂപ്പന് സർപ്പം തന്ന മാണിക്യം. ആ കീറിയതൊക്കെ ഇങ്ങ് താ അപ്പൂപ്പ, ഞാൻ കൊണ്ട് കളഞ്ഞോളാം.
രഹസ്യം അറിയാനാണെങ്കിൽ അതെടുത്തങ്ങ് വായിച്ചു നോക്ക്. അയ്യോ, അതേ തൊട്ടാൽ ഞാൻ വാള് വെക്കും. മേഴ്സി കൊച്ചേ, അപ്പൂപ്പന് കുറച്ചു നേരം കിടക്കണം. ഞാൻ അകത്തേക്ക് പോവാ. എന്താ മാത്യൂസ്, തടിമില്ലിൽ നിന്നും പോന്നത്? അവിടെ വെറുതെ ശമ്പളക്കാരനായി നോക്കിയിരിക്കാൻ എന്നെ കൊണ്ടാവില്ലെന്നേ. അല്ല, ഈ വീടിന്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ഈ അപ്പൂപ്പൻ എങ്ങനെയാ അറിയുന്നേ? ചാരന്മാരെ ഏർപ്പെടുത്തി കാണും. ഒരു പ്രധാന ചാരൻ നമ്മുടെ അമ്മായിയപ്പൻ തന്നെയാണ്. പിന്നെ മേഴ്സി കിട്ടി, നിന്റെ മോൾ. അവള് വിളഞ്ഞ വിത്ത. നമ്മളൊന്ന് അനങ്ങിയാൽ മതി, അവളത് അപ്പൂപ്പന്റെ ചെവിയിൽ അപ്പോൾ എത്തിക്കും. ഉപ്പ് കോൺട്രാക്ടറായ മാത്യൂസ് ഇപ്പോൾ തടിമില്ലിലെ ശമ്പളക്കാരനായി മാറി. വലിയ കഷ്ടമായി പോയി. ആ, ലില്ലിക്കുട്ടിയെ വിവാഹം കഴിച്ച ജീവിതം ഒന്ന് രക്ഷപ്പെടാമെന്ന് ആദ്യം കരുതിയത്. കാർന്നോർക്ക് കോടിക്കണക്കിനല്ലേ ആസ്തി. അത് നമ്മുടെ അമ്മായിയപ്പനെ കൊള്ളുകലാഞ്ഞിട്ടാ. ഇങ്ങനെ തന്തയുടെ വാക്കുകൾ അക്ഷരം പ്രതി കേൾക്കുന്ന ഒരു പേടിത്തൊണ്ടനുണ്ടോ? ഓ, തടിമില്ലിലെ എണ്ണമില്ലിലെയും കാര്യങ്ങൾ നോക്കുന്നതിന് എനിക്ക് തരുന്നത് വെറും 5000 രൂപയാ. അയ്യോ, 5000 രൂപയോ? ഈ നക്കാപ്പിച്ച കാശിന് നിൽക്കാതെ മാത്യൂസിന് ലില്ലിക്കുട്ടിയുടെ കൂടെ അങ്ങ് ജർമ്മനിക്ക് പോയിക്കൂടെ? സത്യം പറയാലോ ഇട്ടിച്ച, ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഇവിടെ ഇട്ടേച്ചു പോയാ താനും ശോശാമയും കൂടെ എല്ലാം അങ്ങ് ഒതുക്കിയെടുത്താലോ എന്നുള്ള പേടിയാ. ഉവ്വേ, ആ കാർന്നവരുടെ ദുർഭരണം തകർക്കാതെ നമുക്കിവിടെ രക്ഷയില്ല. ആ കിഴവനൊന്ന് ചത്താലെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ദേ പ്രധാന ചാരൻ വരുന്നുണ്ട്. മാത്യൂസ് എന്താ മില്ലിൽ നിന്നും പോന്നത്? ഓ, ഞാൻ ഇങ്ങ് പോന്നു. ഇന്ന് ലീവായി കണക്കാക്കും. ഒരു ദിവസത്തെ ശമ്പളം കുറയും. ഞങ്ങൾ ഇവിടുത്തെ മരുമക്കളോ അതോ ശമ്പളക്കാരോ? മക്കളായാലും മരുമക്കളായാലും ജോലി ചെയ്യണം, എങ്കിലേ കൂലി തരൂ. അതെന്റെ അപ്പന്റെ തീരുമാനമാണ്. നല്ല അപ്പനും മോനും. യമധർമ്മന് ലൂസിഫർ കൂട്ട്. എടാ, ആണുങ്ങളായാൽ ജോലി ചെയ്ത് ജീവിക്കണം, അല്ലാതെ അച്ചി വീട്ടിലെ സ്വത്ത് കിട്ടുമെന്ന് സ്വപ്നം കണ്ട് കഴിയരുത്. സ്ത്രീധനമായി പറഞ്ഞതെല്ലാം തന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ? ആകെ 2 പെൺമക്കളല്ലേ ഉള്ളൂ. അവർക്ക് കൊടുക്കാതെ ചാവുമ്പോ ഇതെല്ലാം കെട്ടിപ്പെറുക്കി കൊണ്ടുപോകാനാണോ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. അപ്പനുണ്ടാക്കിയ സ്വത്ത് അപ്പൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. പിന്നെ ഈ കാണുന്ന സ്വത്ത് മുഴുവൻ എൻ്റെ മോൻ തോമാച്ചനുള്ളതാണ്. അതിന് അവൻ ചെറുപ്പത്തിലെ നാട് വിട്ടതല്ലേ. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ആർക്കറിയാം? 2 പെൺമക്കളുണ്ടായ ശേഷം നേർച്ച കാഴ്ച വെച്ചുണ്ടായ സന്തതിയായിരുന്നു എൻ്റെ തോമാച്ചൻ. അവൻ വലിയ കുസൃതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിക്കുന്നത് അവനൊരു രസമായിരുന്നു. ഒരു ദിവസം അപ്പൻ്റെ കീശയിൽ നിന്ന് 100 രൂപ എടുക്കുന്നത് ഞാൻ കയ്യോടെ പിടിച്ചു. അന്ന് ഞാൻ അവനെ ഒരുപാട് തല്ലി. എവിടെയെങ്കിലും പോയി ചത്ത് തുലയെന്ന് പറഞ്ഞ് ശപിച്ചു. അന്ന് രാത്രി അവൻ എങ്ങോട്ടോ പോയി. പിന്നീട് അവനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഞങ്ങളുടെ മോനെ കിട്ടിയില്ല. ആ വിഷമത്തിൽ എൻ്റെ അന്നക്കുട്ടിയും എന്നെ വിട്ടുപോയി. അവൻ എവിടെയെങ്കിലും പോയി ചത്ത് കാണും. ഇല്ല, എൻ്റെ മോൻ അവിവേകമൊന്നും കാണിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, എൻ്റെ മോൻ തിരിച്ചു വരും. ഈ അപ്പൻ്റെ സ്നേഹം കാണാതിരിക്കാൻ അവനാവില്ല. അതിന് അവൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ വരൂ. അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് മാത്യൂസിന് ഉറപ്പുണ്ടോ? അതിരിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ മാത്യൂസ് എന്തിനാ നമ്മുടെ അടച്ചിട്ടിരുന്ന എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയത്? ആ, അത് പിന്നെ ഞാൻ അതിലെ ഒന്ന് പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ആൾ താമസം ഇല്ലാതെ കിടക്കുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടായോ?
അതൊക്കെ നല്ല കാര്യമാ. പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, എൻ്റെ പൗലോച്ചൻ്റെ മകൻ, എൻ്റെ ഏക ചെറുമകൻ, ഈ സ്വത്തിൻ്റെ ഒക്കെ അവകാശി എൻ്റെ തോമാച്ചൻ വർഷങ്ങൾക്ക് ശേഷം നാളെ തിരിച്ചു വരുന്നു. എൻ്റെ തോമാച്ചൻ്റെ കത്ത ഇന്ന് വന്നത്. അപ്പാ, അപ്പൂപ്പ ദേ കാപ്പി. എടീ, നിന്റെ അനുജത്തി ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? അതെ, അപ്പൂപ്പന്റെ 7 അടിയന്തരത്തിനല്ലാതെ നാട്ടിലേക്ക് വരുന്നില്ലെന്നാ അവള് പറഞ്ഞേ. നിങ്ങളുടെയൊക്കെ കുഴിമാടത്തില് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചിട്ടേ ഈ അപ്പൂപ്പൻ ചാവൂ. എടീ, സ്വന്തം ആങ്ങളെ തിരിച്ചു വരുന്നു എന്ന് കേട്ടിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? ആ, എങ്ങനെ സന്തോഷിക്കാനാ? അത് കേട്ടപ്പോ മുതൽ എൻ്റെ ഇട്ടീച്ചന് കുളിരും പനിയോ. എല്ലാത്തിനും ഒരവകാശം വരുന്നു എന്ന് കേട്ടപ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ? അപ്പൂപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയൊക്കെ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് പണ്ടേ അറിയാം. എല്ലാം കൂടെ ഒരു കടലാസിൽ എഴുതി അങ്ങ് വയ്ക്ക്. സൗകര്യം പോലെ ഞാൻ വായിച്ചോളാം. ഇതാ ഈ കിഴവന്റെ സ്വഭാവം. നമുക്കൊന്നും ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. ദേ ഇങ്ങൊന്ന് വന്നേ. മാത്യൂസ് ലില്ലിക്കുട്ടിയോട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വിസ ശരിയാക്ക്. നമുക്കങ്ങ് ജർമ്മനിക്ക് പോവാന്നേ. ജർമ്മനിക്കോ? അങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ എന്തിനാ ഒളിച്ചോടുന്നേ? ഇനിയിപ്പോ ആംഗ്ലേന്ന് പറഞ്ഞൊരുത്തം വരുന്നുണ്ടല്ലോ. അവന്റെ ശല്യം കൊണ്ട് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏതവൻ വന്നാലും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ലെന്നേ. ശോശാമയൊന്നും പേടിക്കാതിരിക്കേ. എങ്ങനെ പേടിക്കായിരിക്കും? എന്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അത് പിന്നെ എനിക്കറിയില്ലേ. പക്ഷെ ലില്ലിക്കുട്ടി, എന്റെ കർത്താവേ, അല്ലെങ്കിലും എനിക്ക് നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ അത് സത്യമായി. അയ്യോ, എന്താണടോ? അല്ലേലും മാത്യൂസിനെ ഞാൻ കുറ്റം പറയത്തില്ല. ഭാര്യ ജർമ്മനിയിലായതുകൊണ്ട് മാനത്തേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യനാ. പക്ഷെ ഇവൾ അങ്ങനെയാണോ? ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ മനുഷ്യ നിങ്ങൾ പറയുന്നത്? വേണ്ടടി വേണ്ടടി, നീ ഒന്നും പറയണ്ടടി. അല്ലേലും നീ ഇത്തിരി പിശകാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ കൊല്ലടി, നീ എന്നെ കൊല്ല ആദ്യം, എന്നിട്ട് നീ ജർമ്മനിയിലേക്ക് ഒളിച്ചോട്. താൻ എന്തറിഞ്ഞിട്ടാ ഈ ബഹളം വെക്കുന്നത്? വേണ്ട മാത്യൂസേ, എനിക്കെല്ലാം മനസ്സിലായടോ. എടോ, ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ജർമ്മനിയിലോട്ട് പോയാലോ എന്ന് പറയുമായിരുന്നു. ആണോ ശോശാമേ? പിന്നല്ലാതെ. അതായിരുന്നോ കാര്യം? മാത്യൂസേ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇവൾ ഇത്തിരി പിശകായതുകൊണ്ട് എനിക്ക് എപ്പോഴും പേടിയാന്നേ. പിശകേ തന്റെ അമ്മായിയമ്മ. ആ, അതിന് ചാൻസ് ഉണ്ട്. ನೀನ್ ಬೇಗ ಬಂದ್ಬಿಡು, ನಾ ಇಲ್ಲಿ ಬಂದಿದ್ದೀನಿ. ആരാ? എന്തു വേണം? ನೀನ್ ಯಾರದು ಹೇಳಕ್? ನೀ ಹೋಗ್ರೆ ಹೇ? ഇതേത് ഭാഷയാണ് മാതാവേ? കന്നഡയാ. ഓ, കന്നഡയായിരുന്നോ? എങ്കിൽ എങ്കിൽ എങ്കിലെന്ത്? എനിക്കത് ഒട്ടും അറിയില്ലെന്ന് പറയുമായിരുന്നു. ഓ, പിന്നെ നിങ്ങൾക്ക് ഏത് ഭാഷ അറിയാന്നോ? എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറയട്ടെ, ഇങ്ങു വാ. പ്ലീസ് ಪ್ಲೀಸ್ ಗೋ ಔಟ್ ಪ್ಲೀಸ್. ಏಯ್, ನಾ ಇಷ್ಟುವರೆಗೂ ಮುನ್ಪೇ ನೀ ಚಾಕೆಯಲ್ಲಿ ಬಂದಿರೋ? ನಾನ್ ಬಂದೆ, ಅದಕ್ಕೆ നീ മാത്താടಬೇಡ. തെരുവിൽ സർക്കസ് കളിക്കുന്നവരാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞുവിട്, നാശങ്ങള്. അയ്യടാ, അങ്ങനെ ഞങ്ങളങ്ങ് പറഞ്ഞു വിടാനൊന്നും നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ പോകത്തുമില്ല. ആഹാ, മലയാളം അറിയുമോ? മലയാളം മാത്രമല്ല അരിയുന്നത്, വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി എല്ലാം അരിയും. എവിടുന്ന് വരുന്നു? അങ്ങ് മൈസൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. തെരുവിൽ സർക്കസ് കളിക്കുന്ന ജോലിയാണ്. എന്താ കുഴപ്പമുണ്ടോ? നിന്റെ സർക്കസ് ഒക്കെ അങ്ങ് വഴിയിൽ കളിച്ചാ മതി. ഇറങ്ങി പോടാ ഇവിടുന്ന്. ചുമ്മാ വിരട്ടാതടോ. സർക്കസ് ഒക്കെ ഇനി വീടിനകത്താണ് കളിക്കാൻ പോകുന്നത്. വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറയുന്നോ?
ആദ്യം വീട്ടിൽ കയറി വരുന്നവരോടെ മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. അയ്യടാ, ഒരു മാന്യനും മഹിതം വന്നിരിക്കുന്നു. പെണ്ണുമ്പിള്ള എന്നെ കൊണ്ട് ദേ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. മുഖനോടി തേരേതാക്കൂ. നീ വന്ന് നീലു. ആഹാ, വീട്ടിൽ കയറി ഇരിപ്പായോ? ഹലോ ബായ്, ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? ആ വിളിക്കേ, പോലീസിനെ വിളിക്കേ. വെറുതെ വിരട്ടാതടോ. പോലീസ് ജയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. അല്ല പിന്നെ. അയ്യടാ, ഇവനാള് കൊള്ളാമല്ലോ. എണീക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്ക്. എണീക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്ക്. എണീക്കടാ. ഒന്ന് പോടാപ്പാ. ആഹാ, എണീക്കാൻ മേലെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താ ഇവിടെ ബഹളം? ആരാ ഇവരൊക്കെ? ദേ അപ്പച്ചൻ. അപ്പച്ച, അപ്പച്ചൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ തോമാച്ചൻ. അപ്പച്ചന് തോമാച്ചൻ. നീ നീ ഞാൻ തോമാച്ചൻ. എന്റെ തോമാച്ചൻ? അപ്പാ, മേഴ്സി കൊച്ചേ, ദേ എന്റെ തോമാച്ചൻ വന്നു. ഏതാ ഈ കുട്ടി? എന്റെ പെണ്ണ അപ്പച്ച, പേര് നീലാംബരി. ഞാൻ വീട്ടോട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അവളും കൂടെയെങ്കിൽ പോന്നു. മോനെ, എവിടെയായിരുന്നു നീ ഇത്രയും കാലം? അന്ന് അപ്പച്ചനെ അടിച്ചതിന്റെയും കള്ളനാക്കിയതിന്റെയും വിഷമത്തിൽ ഞാനിവിടെ നിറങ്ങിപ്പോയി. ഏതോ ട്രെയിനിൽ കയറിയിരുന്നു. കരഞ്ഞ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോ മൈസൂരായിരുന്നു. വരണം ഞാൻ പലതവണ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കുറെ നാൾ മൈസൂർ തെണ്ടിത്തിരിഞ്ഞ് നടന്നു. ഒടുവിൽ ഇവളുടെ അപ്പന്റെ കൂടെ സർക്കസ് കമ്പനി ചേർന്നു. അതെ അപ്പ. ഇത്രയും കാലം ഇങ്ങോട്ട് വരാൻ തോന്നാത്തവൻ ഇപ്പോഴെന്താ വരാൻ കാരണം? അപ്പച്ച, ഇവളേതാ? വന്നപ്പോ തൊട്ട് ചൊറിയുന്നാണല്ലോ. ഇത് നിന്റെ ചേച്ചിയാ, ശോശാമ്മ. എടി ശോശ, നീയായിരുന്നോടി? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ KK ഇട്ടിച്ചൻ, ഉർവശി ടൈലറിംഗ് സെന്ററിന്റെ എക്സ് പ്രൊപ്രൈറ്റർ. ഈ നിൽക്കുന്ന ശോശയുടെ ഭർത്താവ്. ഇത് ലില്ലിക്കുട്ടിയുടെ ഭർത്താവ് മാത്യൂസ്. കണ്ടിട്ട് ഇവൻ ഇത്ര വില്ലനാണെന്ന് തോന്നുന്നു. മോനെ, വെറുതെ ഇരി. ആ പഴയ കുട്ടികളി ഒന്നും മാറിയില്ലേ? ആ മോളിങ് വന്നേ. ഇത് ലില്ലിക്കുട്ടിയുടെയും മാത്യൂസിന്റെ മോള് മേഴ്സി. മേഴ്സി, നല്ല പേര്. അപ്പോ ലില്ലിക്കുട്ടി മരിച്ചുപോയോ? മരിച്ചതിന് തുല്യം അല്ലേ മാത്യൂസ്? അയ്യോ, അവളങ്ങ് ജർമ്മനിയിലാ. നിനക്ക് അപ്പൂപ്പനെ കാണണ്ടേ? വാ, നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഇവനെ കയറ്റി അങ്ങ് താമസിപ്പിക്കാൻ പോവണോ? അപ്പച്ച, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഇത്തിരി വില്ലനാണെന്ന്. ഇത്രയും കാലം വരായിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ വന്നങ്ങ് കേറുവല്ലേ? 10ാം വയസ്സിലാണ് ഞാൻ ഇവിടുന്ന് നാട് വിട്ടുപോയത്. ഓ, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. 8-9 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാനായിട്ട് ഇരുന്നാണ്. അപ്പോഴാണ് ഒരു കത്തിക്കുത്ത് കേസ് അകത്താവുന്നത്. ഒരുത്തൻ്റെ ചുമ്മാ ഒന്ന് കുത്തിയതാ. അവനം കാഞ്ഞുപോയി. ജീവപര്യന്തമായിരുന്നു. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് അമ്മാരെന്നെ വിട്ടത്. പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടുത്തെ തോമാച്ചനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ദേ, നിങ്ങളെ വിശ്വാസമില്ലേ? നമുക്ക് തിരിച്ച് മൈസൂരിലേക്ക് പോകാം. നിങ്ങളെ വേണ്ടാത്ത വീട്ടുകാരെ നമുക്കെന്തിനാ? തെരുവ് സർക്കസ് ഉണ്ട്, നമുക്ക് എങ്ങനെയും ജീവിക്കാം. ആ, ഉള്ള നേരത്തെ രക്ഷപ്പെടുന്നതാ നിനക്ക് നല്ലത്. അതെ, വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പോകാൻ വേണ്ടിയല്ല കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവിടുത്തെ തോമാച്ചനാണ്. അങ്ങനെ പോകുന്ന പ്രശ്നവുമില്ല. അപ്പച്ചനെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പച്ചന് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമുണ്ട് മോനെ. പക്ഷേ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോ എന്തായാലും എല്ലാം നമ്മുടെ അപ്പൂപ്പൻ തീരുമാനിക്കട്ടെ. ഹട്ടു എന്തെടുക്കുവാ? ആർക്കാ ഈ കത്തെഴുതുന്നേ? ആ, അതൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ദേ, നമുക്ക് തിരിച്ച് മൈസൂർക്ക് തന്നെ പോയാലോ? എനിക്കിവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു. ആ, ചുമ്മാ അങ്ങ് പോകാനാണോ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടം വരെ വന്നത്? എന്താ നീലു നിന്റെ പ്രശ്നം? ഇവിടെയുള്ളവരുടെ നോട്ടവും ഭാവവും കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. ആ അപ്പൂപ്പനാണേ എന്നെ കാണുമ്പോൾ ദേഷ്യമാണ്. ആകെ എന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നത് നിങ്ങളുടെ അപ്പം മാത്രമേ ഉള്ളൂ.
ബാക്കിയുള്ളവരെ പറയുന്നത് നീ മൈൻഡ് ചെയ്യണ്ട. അപ്പൂപ്പൻ പാവാണെന്നേ. ഹോ, സർക്കസ് കളിക്കാഞ്ഞിട്ട് കൈക്കും കാലിനും ഒക്കെ എന്തോ പോലെ. ഓ, അതാണോ നിന്റെ പ്രശ്നം? ഇനി ഇവിടെ എന്തൊക്കെ സർക്കസ് കളിക്കാൻ കിടക്കുന്നു? സർക്കസ് കളിക്കാനാണ് ഇങ്ങോട്ട് വന്നേ? ആ അതെ. ഒന്ന് പോവട്ടു. നീലു, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ശരി, പെട്ടെന്ന് വരണേ. കൊച്ചേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ ആരാണെന്ന് കൊച്ചിന് മനസ്സിലായോ? എന്റെ മമ്മിയുടെ ആംഗ്ലയുടെ ഭാര്യ. അപ്പോ ഞാൻ കൊച്ചിന്റെ ആരാ? ആന്റി. ആ, അങ്ങനെ വിളിക്കണം കേട്ടോ. അങ്ങനെ ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു രസം. നിങ്ങളോട് മിണ്ടരുതെന്നാ ഡാഡി പറഞ്ഞിരിക്കുന്നേ. ഓ, ഡാഡിയോട് പോവാൻ പറ. ആന്റി, ഈ തോമാച്ചനങ്ങള് ശരിക്കും തോമാച്ചനങ്ങളാണോ? ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് കൊച്ചേ. കാര്യം എന്റെ കെട്ടിയാനാണേലും ആള് വിളഞ്ഞ വിത്ത, വിശ്വസിക്കാൻ പറ്റുകയില്ല. അതാ ഞാനും കൂടെ പോന്നത്. സത്യം പറഞ്ഞ എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. തോമാച്ചനങ്ങള് ജയിലായിരുന്നെന്ന് പറഞ്ഞത് സത്യാണോ? സത്യമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് എന്റെ ഭട്ടു. ഭട്ടുവോ? ആ, ഞാൻ അങ്ങനെയാ വിളിക്കാറ്. മോളുടെ തോമാച്ചൻ അങ്കിളിന് എന്റെ അമ്മയിട്ട പേരാ ഭട്ടു. മേഴ്സിക്കൊച്ചേ, ദേ, ഈ വരുന്ന സാധനത്തിന് എനിക്ക് പേടിയാ. ഞാൻ പോയേക്കുവാ. മേഴ്സിക്കൊച്ചെന്തിനാ കണ്ട തെരുവ് പെണ്ണുങ്ങളോടൊക്കെ മിണ്ടാൻ നിൽക്കുന്നത്? അവര് പാവങ്ങളാ അപ്പൂപ്പ. അവൻ നിന്നെ തോമാച്ചനങ്ങളല്ല. എന്റെ മോൻ പൗലോസ് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടി എന്ന് കരുതി ആശ്വസിച്ചിരിക്കുക. എന്നെ ആദ്യമായിട്ട് അവൻ ധിക്കരിക്കുന്നത്. അവനെ ഇറക്കിവിടാൻ പറഞ്ഞിട്ട് അവൻ കയറ്റി താമസിപ്പിച്ചിരിക്കുക. അപ്പാ, എന്താ? ഞാൻ തോമാച്ചനോട് പഴയ കുറെ കാര്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും അവൻ കൃത്യമായി മറുപടി പറഞ്ഞു. അതിനെ ഒരു പക്ഷേ അവൻ എൻ്റെ തോമാച്ചൻ തന്നെയാണെങ്കിൽ? അപ്പൻ പറഞ്ഞിട്ടാണ് അന്ന് അവൻ ആ 100 രൂപ എടുത്തതെന്നറിയാതെ ഞാൻ അവനെ ഒരുപാട് തല്ലി. അറിഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് അവനെ നഷ്ടമായി. ആ കാരണത്താൽ എൻ്റെ അന്നമ്മയെയും. അതിന് കുറ്റക്കാരൻ ഞാനാണോ പൗലോച്ച? എൻ്റെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങൾക്കും ഞാനാണ് കാരണക്കാരൻ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നും അപ്പനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഇനിയും അപ്പൻ പറയുന്നത് കേട്ട് തിരിച്ചു കിട്ടിയ മകനെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഈ കാരണത്താൽ അപ്പനോട് പിണങ്ങിയാലും സാരമില്ല. ഇല്ല പൗലോച്ച, നീ ഇനി ഒന്നും നഷ്ടപ്പെടുത്തണ്ട. നിന്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം ഞാനാണ്. ഇനി നീ നേടിക്കോളൂ, ഞാൻ നഷ്ടപ്പെട്ടോളാം. നിനക്ക് നിന്റെ മകനെ തിരിച്ചു കിട്ടിയപ്പോ എനിക്ക് എന്റെ മകൻ പൗലോച്ചൻ നഷ്ടമായി. ഞാൻ നഷ്ടപ്പെടുത്തിക്കോളാം, ഞാൻ നഷ്ടപ്പെടുത്തിക്കോളാം, ഞാൻ നഷ്ടപ്പെടുത്തിക്കോളാം, ഞാൻ നഷ്ടപ്പെടുത്തിക്കോളാം. അപ്പാ, അപ്പച്ച, കുടുംബത്തിന്റെ സമാധാനം അപ്പച്ചനായിട്ട് കളഞ്ഞു കുളിക്കരുത്. ഒരു സമാധാന പാലകൻ വന്നിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാതെ നിനക്കൊന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? ഓ, വിഷമം കൊണ്ട് മനസ്സലിയുന്ന ഒരാള്. ഞാനും ഈ വീട്ടിൽ ഒരംഗമാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നീ തോമാച്ചനല്ല. എന്താ നിന്റെ ഉദ്ദേശം? മോഷണമാണോ? തുറന്നു പറ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് വേഗം സ്ഥലം കാലിയാക്കിക്കോ. പിന്നല്ലാതെ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നൊന്ന് അർമാദിക്കാൻ. അപ്പോ ഞാൻ തോമാച്ചനല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നാ ഒന്ന് തെളിയിക്ക്. എനിക്കൊരു തെളിവും വേണ്ട. നീ തോമാച്ചനല്ല. ഞാൻ തോമാച്ചനാണ്. അല്ലെന്ന് പറയാൻ നീ ആരാ? അതെനിക്ക് മാത്രമേ പറയാൻ പറ്റൂ. നീ തോമാച്ചനല്ല. യഥാർത്ഥ തോമാച്ചൻ മരിച്ചു. അവനെ ഞാൻ കൊന്നു. ഇല്ല, തോമാച്ചനെ കൊല്ലാൻ നിനക്ക് കഴിയില്ല.
കഴിഞ്ഞു. എസ്റ്റേറ്റ് ബംഗ്ലാവിലിട്ട് ഈ കൈ കൊണ്ട് ഞാൻ അവനെ കൊന്നു. മാത്യൂസേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, സത്യമാണ്. ഒരു ദിവസം ഇവിടെ ഒരു ഫോൺ കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു. തിരിച്ചു വരുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ തോമാച്ചനായിരുന്നു വിളിച്ചത്. അവൻ വന്ന സ്വത്തെല്ലാം നഷ്ടപ്പെടുമെന്നോർത്ത് ഞാൻ അവനോട് കള്ളം പറഞ്ഞു. അപ്പനും അപ്പൂപ്പനും എല്ലാം താമസിക്കുന്നത് നമ്മുടെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലാണെന്ന്. അവിടെ വെച്ച് ഈ കൈ കൊണ്ട് ഞാൻ അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി രക്ഷയില്ല. അതുകൊണ്ട് തോമാച്ചനല്ല ഞാനെന്ന് സമ്മതിക്കുന്നു. ഇവിടത്തെ കഥകളെല്ലാം വളരെ കൃത്യമായി അന്വേഷിച്ച് പഠിച്ചു വന്ന ഒരു തട്ടിപ്പുകാരനാണ് ഞാനും. മേഴ്സി കൊച്ചേ, എന്താ അപ്പൂപ്പ? എന്റെ മേഴ്സി കൊച്ചിന് അപ്പൂപ്പനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്മാനം അപ്പൂപ്പ? എന്റെ മേഴ്സി കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെംസ് മിഠായി. ഹായ്, ജെംസ് മിഠായി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മേഴ്സി കൊച്ചിന് അറിയാമോ? എന്താ അപ്പൂപ്പ? ഇന്ന് എന്റെ മേഴ്സി കൊച്ചിന്റെ ജന്മദിനമാ. എന്റെ മമ്മിയും ഡാഡിയും എല്ലാവരും മറക്കുന്ന എന്റെ ജന്മദിനം എന്റെ അപ്പൂപ്പ മാത്രമേ ഓർത്തുള്ളൂ. എന്തിനാ അപ്പൂപ്പ എന്നോട് ഇത്ര സ്നേഹം? മേഴ്സി കൊച്ചിന് മാത്രമേ അപ്പൂപ്പനോട് സ്നേഹമുള്ളൂ. ബാക്കിയെല്ലാവരും ഞാൻ എങ്ങനെയും ചാകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാ. ഞാൻ ചത്തു കഴിഞ്ഞ ആത്മാർത്ഥമായിട്ട് കണ്ണീരൊഴുക്കാൻ എന്റെ മേഴ്സി കൊച്ച് മാത്രമേ കാണൂ. മേഴ്സി കൊച്ചേ, അപ്പൂപ്പന് ഒരു ചായ ഇട്ടോണ്ട് വാ. ശരി അപ്പൂപ്പ. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വത്ത് വീതം വെക്കുന്ന കാര്യമല്ലേ, അതിന് സമയമായിട്ടില്ല. അപ്പനിത് എന്ത് ഭാവിച്ചാ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, 10 പൈസ ഞാൻ കൊടുക്കില്ല. ഭൂതത്തെ പോലെ ഇങ്ങനെ നിധി കാത്തിരുന്നിട്ട് എന്തിനാ? ചാകുമ്പോ എല്ലാം കൂടെ കൊണ്ടുപോകുമോ? ഇല്ല, എങ്കിലും ഞാൻ ചത്തു കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ നീ അത് വീതിച്ചു കൊടുത്തോ? കൊടുക്കാമായിരുന്നു, പക്ഷെ 90 കഴിഞ്ഞിട്ടും ചാകുന്നില്ലല്ലോ. അവസാനം നീയും അത് പറഞ്ഞല്ലേ, എന്റെ മരണം നീയും ആഗ്രഹിക്കുന്നു അല്ലേ? തമ്പുരാൻ എന്നെ വിളിക്കാത്തത് എന്റെ കുറ്റമാണോ പൗലോച്ച? നിന്റെ കൈകൊണ്ട് എനിക്ക് ഇത്തിരി വിഷം കലക്കി താടാ, ഞാനത് സന്തോഷത്തോടെ കുടിച്ചോളാടാ. കുടിച്ചോളാടാ, കുടിച്ചോളാം, കുടിച്ചോളാടാ. കർത്താവേ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ നാവെന്നെ ചതിക്കുകയാണോ? അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ നീ എന്നോട് ക്ഷമിക്കണേ.
എനിക്ക് എൻ്റെ അപ്പനോട് മാപ്പ് പറയണം. അപ്പൂപ്പൻ എന്തിയേ? ആ, അകത്തേക്ക് പോയിട്ടുണ്ട്. സ്വന്തം തന്തയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാത്തവള അപ്പൂപ്പന് ചായ ആയിട്ട് വന്നിരിക്കുന്നത്. മോളെ, ആ ചായ ഇങ്ങതാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മാത്യൂസേ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മേഴ്സി അപ്പൂപ്പന് വേണ്ടി എടുത്ത ചായയിലെ അവൾ അറിയാതെ ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്. ആ, കൊള്ളാം തോമാച്ച. ആ ചായ അപ്പം വാങ്ങിച്ച് അപ്പൂപ്പന് കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. ഇന്നത്തോടെ കിളവന്റെ കാര്യം ക്ലീൻ. അതെ, ഇട്ടിച്ചനെവിടെ? തൽക്കാലം നമുക്ക് പുറത്തേക്ക് മാറി നിൽക്കാം. എന്തേലും ബഹളം കേൾക്കുമ്പോ ഒന്നും അറിയാത്ത പോലെ ഓടിയങ്ങ് വന്നാ മതി. ശരിയാ, നമുക്ക് തൽക്കാലം മാറി നിൽക്കാം. അപ്പനെ ഞാൻ എവിടെയൊക്കെ നോക്കി. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പൻ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിച്ചെങ്കിൽ അപ്പൻ ഈ ചായ വാങ്ങി കുടിക്കണം. പൗലോച്ച, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ തെറ്റുകൾ ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ മോൻ സന്തോഷത്തോടെ അപ്പന് കൊണ്ടുവന്ന ചായ ഇങ്ങു താ. എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. എൻ്റെ തെറ്റുകളെല്ലാം അപ്പൻ എന്നോട് പൊറുക്കുമെന്ന് എനിക്കറിയാം. എന്റെ കർത്താവേ, എന്താ അപ്പ, എന്തു പറ്റി? നീ എന്താ എനിക്ക് തന്നത്? മേഴ്സി കൊച്ച്, മേഴ്സി കൊച്ച്. അയ്യോ, എന്തു പറ്റി അപ്പൂപ്പ? ചതിച്ചു മേഴ്സി കൊച്ച്. വലിയ പപ്പുനെ എല്ലാരും കൂടെ ചതിച്ചു. എന്തു പറ്റിയപ്പാ? നിന്റെ കൈ കൊണ്ട് തന്നെ നീ എനിക്ക് വിഷം തന്നല്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തല്ലേ? എന്റെ മരണം നിങ്ങൾ ആഘോഷിച്ചോളൂ. പക്ഷേ ചത്താലും ഞാൻ ഒന്നിനെ വെറുതെ വിടില്ല. കർത്താവേ, അപ്പാ, അപ്പ എന്തു പറ്റി? അപ്പാ, അപ്പാ. എൻ്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. എന്തായാലും അപ്പൂപ്പനോട് ഈ ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി. സ്വത്തുക്കൾ തട്ടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊരു കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. എതിര് നിന്നാൽ അവന്മാർ എന്നെയും തട്ടിക്കളയുമെന്ന് പേടിച്ചിട്ടാ ഞാൻ കൂട്ടുനിന്നത്. ആട്ടെ, ആ മേഴ്സി കൊച്ചിനിപ്പോ എങ്ങനെയുണ്ട്? പാവം കുട്ടി. അപ്പൂപ്പൻ നഷ്ടപ്പെട്ടതോടെ ആകെ തകർന്നുപോയി. അപ്പൻ്റെ കാര്യം അതിലും കഷ്ടമാണ്. എല്ലാം നേടിക്കഴിയുമ്പോ ഒന്നു മാത്രം കാണില്ല, മനസ്സമാധാനം. എന്തു പറ്റി മോളെ? എന്താ മേഴ്സി കൊച്ചേ, എന്തു പറ്റി മോളെ? ഞാൻ അപ്പൂപ്പനെ കണ്ടു. ഓ, മോള് വല്ല സ്വപ്നവും കണ്ട് പേടിച്ചതാവും. ഇല്ല, ഞാൻ ശരിക്കും കണ്ടതാ. അപ്പൂപ്പന്റെ മുറിയിൽ നിന്നും അപ്പൂപ്പൻ എന്റെ അടുത്തേക്ക് വരുന്നത്. എന്റെ കർത്താവേ, ശരിയായിരിക്കും. മരിക്കുന്നതിന് മുമ്പ് അപ്പൂപ്പൻ പറഞ്ഞതാ, ഞാൻ ചത്താലും ഒന്നിനെയും വെറുതെ വിടില്ലാന്ന്. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കും മനുഷ്യ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് 2 എണ്ണം വരുന്നുണ്ട്. വാ മോളെ, മോള് പോയി കിടന്നു. അപ്പനെവിടെ? ഇന്നത്തോടെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാവണം. അപ്പാ, അപ്പാ. എന്താ മോനെ? അപ്പാ, എല്ലാവരുടെ അഭിപ്രായം വൈകാതെ തന്നെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാ.
അപ്പൻ എന്താ പറയുന്നത്? അപ്പൻ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് സമ്മതം. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങളുടെ അപ്പൂപ്പന്റെ കാലശേഷമേ ഈ സ്വത്തൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് അവകാശമുള്ളൂ. അതിന് അപ്പൂപ്പൻ മരിച്ചില്ലേ? ആ സത്യം നമുക്കല്ലേ അറിയൂ. നിയമത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നാട് വിട്ടെങ്ങോ പോയി. നമ്മൾ അപ്പനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, പെട്ടെന്നുള്ള വെപ്രാളത്തിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വിട്ടുപോയി. അത് ശരി. അപ്പോ നിങ്ങളിൽ ആരോ സ്വത്തുക്കൾ മോഹിച്ച് എന്റെ അപ്പനെ മനഃപൂർവ്വം കൊന്നതാണല്ലേ? പറയണ ദ്രോഹികളെ, ആ ചായയിൽ വിഷം കലർത്തിയതാരാ? എന്റെ അപ്പനെ കൊന്നതാരാ? ദേ, കൊന്നതാരാ, വിഷം ചേർത്തതാരാ എന്നൊക്കെ ചോദിച്ച് വെറുതെ CBI ചമയണ്ട. തെളിവും ദൃക്സാക്ഷികളെല്ലാം അപ്പനെതിരാ. ഒരൊറ്റ ഫോൺ കോൾ മതി അപ്പനെ പിടിച്ച് അകത്താക്കാൻ. അരുത് മാത്യൂസ്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എല്ലാവരും കൊടുക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൻ തൽക്കാലം അകത്തേക്ക് പോകോ. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നാട്ടുകാർ കണ്ണിൽ പൊടിയിടണം. അതിന് നമ്മുടെ നാട് വിട്ടുപോയ അപ്പൂപ്പൻ എവിടെയോ പോയി വിഷം കഴിച്ചു മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു പരത്തുന്നു. ഓക്കെ, അപ്പൂപ്പന്റെ ജഡം നമ്മൾ ഏറ്റുവാങ്ങി സംസ്കരിക്കുന്നു. അതിന് ആദ്യം നമ്മൾ കുഴിച്ചിട്ട ശവം പുറത്തെടുക്കണം. ഇന്ന് രാത്രി തന്നെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുകയും ചെയ്യണം. അയ്യോ, ശവം മാന്തി എടുക്കാനോ? അതിനൊന്നും എന്നെ കിട്ടില്ല. താനൊന്നും മിണ്ടാതിരിക്കണോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ഷെയറിൽ നിന്ന് ഒരു 50,000 രൂപ കൂടുതൽ തരണമെന്നാണ്. അതൊക്കെ എന്ത് വേണേലും ചെയ്യാം, കാര്യം പെട്ടെന്ന് നടക്കണമെന്ന് മാത്രം. അതൊക്കെ ഞാൻ ഏറ്റു. ഇന്ന് രാത്രി തന്നെ ശവം മാന്തി എടുത്ത് ദൂരെ എവിടെയെങ്കിലും ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം. ഓക്കെ? ശോശേ, നീ ഒന്ന് പോയി നോക്കിക്കേടി. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഒരു ദുർഗന്ധം വരുന്നുണ്ട്. അവരാ ശവം പുറത്തെടുത്തെന്നാ തോന്നുന്നത്. അങ്ങനെ ദുർഗന്ധമൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. എടി, നീ ശരിക്കും ഇങ്ങനെയൊന്ന് ശ്വാസം വലിച്ചു നോക്കണേ. നോക്കിക്കേ, ഇതാ ഇങ്ങനെ. കിട്ടുന്നുണ്ടോ? അത് നിങ്ങൾ കുളിക്കാത്തതുകൊണ്ട് തോന്നുന്ന മനുഷ്യ. പിന്നെ കുളിക്കാത്തത് നീയാ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്ന് കുളിച്ചതാ. ഇത് ശവം തന്നെയാടി. അപ്പാ, ഈ പേടിത്തൊണ്ടിനെ കൊണ്ട് തോറ്റു. പുറത്ത് തോമാച്ചനും മാത്യൂസും ഒക്കെ ഉണ്ട്. അപ്പനൊന്ന് പോയി നോക്കിക്കേ, ശവം പുറത്തെടുത്തോ എന്ന്. കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങൾ ഇനി എന്താകാനാണ്? എനിക്കെല്ലാം ബോധ്യമായി ആരൊക്കെയായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. എന്നെ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നല്ലേ? ഞാനെല്ലാം പോലീസുകാരോട് പറയും. കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് അപ്പൂപ്പന്റെ ശവം കാണുന്നില്ല. കുഴിച്ചിട്ടിരിക്കുന്ന ശവം കാണാനില്ലെന്നോ? ഇല്ല, കുഴിയിൽ അപ്പൂപ്പന്റെ വസ്ത്രങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കർത്താവേ, തുണി ഒരിഞ്ഞ് കളഞ്ഞേച്ച് ഈ അപ്പൂപ്പൻ ഇത് എങ്ങോട്ട് പോയി? ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൂപ്പനെ ശവം കണ്ടെത്താതെ ഒന്നും നടക്കുമല്ലോ മാത്യൂസേ. ആ, അതിനൊരു വഴിയുണ്ട്. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? അപ്പൂപ്പന്റെ ശവം കാണാനില്ല, കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്ക പ്രതിഫലം നൽകുമെന്ന്. എന്റെ വായൊന്ന് അടയ്ക്കണോ? അമ്പടാ, അങ്ങനെ എന്റെ വായ അടപ്പിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ശവം അവിടുന്ന് മാറ്റിയതല്ലേ? അല്ലാതെ ശവം എഴുന്നേറ്റ് സെക്കൻഡ് ഷോയ്ക്ക് പോകുവോ? മര്യാദയ്ക്ക് എന്റെ ശവം തന്നോ, അല്ലെങ്കിൽ രണ്ടിന്റെ ശവം ഞാൻ എടുക്കും. അപ്പൂപ്പനെ കൊന്നു കഴിഞ്ഞാൽ 1/3 ഷെയർ എനിക്ക് തരാമെന്ന് വാക്കുള്ളതാ അപ്പാ. പറയടാ, അപ്പനെ കൊന്നതാരാ? നീയോ അതോ മാത്യൂസോ? സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അയ്യോ, വേണ്ട വേണ്ട, സത്യം ഞാൻ പറയാപ്പാ. ചായയിൽ വിഷം ചേർത്തത് ഈ തോമാച്ചനാണ്. എന്റെ മോൻ തോമാച്ചനോ? ഇവൻ തോമാച്ചനൊന്നുമല്ല, സ്വത്ത് തട്ടിയെടുക്കാൻ വന്ന ഒരു പെരുങ്കള്ളനാ. അത് ശരി. അപ്പൊ നിങ്ങൾ അവസാനം കാര്യം അറിയല്ലേ? ഇനി അതേ നിവൃത്തിയുള്ളൂ.
സ്വത്ത് മോഹിച്ച് ആൾമാറാട്ടം നടത്തി അപ്പൂപ്പനെ കൊന്ന കുറ്റത്തിന് നിന്നെ ഞങ്ങൾ ജയിലിലടയ്ക്കും. ജഡമൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. അങ്ങനെ നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. യഥാർത്ഥ തോമാച്ചനെ കൊന്നത് നീയാണെന്ന് ഞാൻ കോടതിയിൽ പറയും. അതിന് തെളിവില്ലല്ലോ. തെളിവൊക്കെ പോലീസ് അങ്ങ് കണ്ടുപിടിച്ചോളും. അപ്പൂപ്പൻ, ദേ അപ്പൂപ്പൻ വരുന്നു. പേടിക്കേണ്ട, ഞാനാ പ്രേതം പിശാചമൊന്നുമല്ല. ഇനിയും ആയുസൊടുങ്ങാത്ത ആ പഴയ അപ്പൂപ്പൻ തന്നെയാ. അപ്പൂപ്പനെ ഇവ കുഴിച്ചിട്ടതല്ലേ? അതിന് ചത്താലല്ലേ മാത്യൂസെ കുഴിച്ചിടേണ്ടതുള്ളൂ. എനിക്ക് തന്ന ചായയിൽ തോമാച്ചി വിഷം കലർത്തി എന്ന് പറയുന്നത് വെറുതെയാണ്. നിങ്ങളുടെയൊക്കെ സ്വപ്നമായി എന്റെ മരണം ഞാനൊന്ന് അഭിനയിച്ച് കാണിച്ചു. അഭിനയം മോശമായില്ലല്ലോ അല്ലേ തോമാച്ച? ഒട്ടും മോശമായില്ല അപ്പൂപ്പ. മാത്യൂസേ, ഞങ്ങൾ ചെറിയൊരു നാടകം കളിച്ച അന്ന് അപ്പൂപ്പനെ പുറത്തേക്ക് പോയിട്ടേ ഞാനും നീലാപരിയും കൂടെ അപ്പൂപ്പന്റെ വസ്ത്രങ്ങൾ മാത്രം കുടിച്ചിട്ട്. സർക്കസ് മാത്രമല്ല അപ്പൊ നിനക്ക് കണ്ടിട്ട് വിദ്യം അറിയാമല്ലേ? രണ്ടുപേരും കൊള്ളാലോ. അപ്പൂപ്പൻ മരിക്കാത്തതിന് ഇട്ടിച്ചിരി വിഷമമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്ന ഇവനെ കൂട്ടുപിടിച്ച് അപ്പൻ എന്തിനാ ഈ നാടകം കളിച്ചത്? സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നവനോ? ഇവനോ? ഇവനാണ് ഈ കാണുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശിയെ തോമാച്ചൻ. ഇവൻ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നതല്ല, എന്റെയും നിന്റെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വന്നതാ. മതി, നിർത്ത് നിങ്ങളുടെ നാടകം. യഥാർത്ഥ തോമാച്ചൻ ജീവിച്ചിരിപ്പില്ല. ഇവൻ തോമാച്ചനല്ല. മാത്യൂസേ, യഥാർത്ഥ തോമാച്ചനാണെന്ന് കരുതി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നീ വിളിച്ചു വരുത്തിക്കൊന്നത് തോമാച്ചന്റെ കൂട്ടുകാരനെയാണ്. മാത്യൂസേ, എല്ലാം ഞാൻ പറയാം. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച ഞാൻ കത്തുകൾ മുഖേന അപ്പൂപ്പനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടുത്തെ എല്ലാ വിവരങ്ങളും അപ്പൂപ്പൻ എന്നെ എഴുതി അറിയിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ ഫോണിൽ ബന്ധപ്പെട്ട എനിക്ക് മാത്യൂസിൽ നിന്ന് കിട്ടിയ മറുപടി എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരാനായിരുന്നു. എന്നും എന്തെങ്കിലും കുസൃതിയിൽ കാണിച്ചിരുന്ന ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചത് എൻ്റെ കൂട്ടുകാരനായിരുന്നു. പക്ഷേ അവനെ പിന്തുടർന്നുവെന്ന് ഞാൻ കണ്ടതോ നീ അവനെ കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ്. സ്വന്തം ഭാര്യയുടെ ആങ്ങളെ കൊല്ലാൻ മടിക്കാത്ത നീ എൻ്റെ അപ്പനെ അപ്പൂപ്പനെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടു. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. നിന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു വരാനാണ് ഞങ്ങൾ ഈ നാടകമൊക്കെ കളിച്ചത്. ഇതിനിടയിൽ എന്റെ മോൻ പൗലോച്ചനെ എനിക്കിത്തിരി വിഷമിപ്പിക്കേണ്ടി വന്നു. മോൻ അപ്പനോട് ക്ഷമിച്ചേക്ക്. അപ്പാ, മാത്യു, എല്ലാ വിവരങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഉടനെ എത്തും. ഇനി ജയിലിൽ ഗോതമുണ്ട് കഴിച്ച് കിടക്കാം. ഞാനാ നിന്റെ കൂട്ടുകാരനെ കൊന്നത് എന്നതിന് എന്താ തെളിവ്? ലോക്കപ്പിൽ കിടന്ന് ഇടികൊള്ളുമ്പോ തെളിവൊക്കെ താനേ വരും. മാത്യൂസേ, നിന്നെ കൊണ്ട് സത്യം പറയിക്കാനാ ഞാൻ ഈ നാടകം കളിച്ചെന്ന് പറഞ്ഞില്ലേ? നീ സത്യം ഒഴിയുമ്പോ ഞാൻ അങ്ങ് വെറുതെ ഇരിക്കും നീ കരുതിയോ? നീ പറഞ്ഞതൊക്കെ ഞാൻ ഈ വോക്ക്മാനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇതാ സാർ. വെൽഡൻ തോമസ്. തോമസ് പറഞ്ഞ പ്രകാരം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ മാത്യൂസ് കൊന്നുകുഴിച്ചിട്ട ജഡം ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിരുന്നു. മാത്യൂസേ, ഇനി നിനക്ക് രക്ഷയില്ല. സമയം കളയാണ്ട് വണ്ടിയിലേക്ക് കയറ്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. നിന്ന് വായ്ത്തള അടിക്കാണ്ട് വണ്ടിയിലേക്ക് കയറാ. മോളുടെ ഡാഡി വലിയൊരു തെറ്റ് ചെയ്തു. അതിന് ശിക്ഷ അനുഭവിക്കണ്ടേ? മോള് വിഷമിക്കണ്ട. അപ്പൂപ്പ, ഞങ്ങളോട് ക്ഷമിക്കണം അപ്പൂപ്പ. കൂടെ നിന്നില്ലെങ്കിൽ മാത്യൂസ് എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നാ ഞങ്ങള്. മിണ്ടരുത്. ചോശാമയം വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോക്കോണം.
മാസത്തിൽ 2 ദിവസം ഇവിടെ വിരുന്നു വരാം. അല്ലാതെ ഈ പടി ചവിട്ടിയാൽ കൊന്നുകളയും ഞാൻ. ഇനി എന്റെ തോമാച്ചനുണ്ട് എന്തിനും ഏതിനും. അയ്യോ അപ്പൂപ്പ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേ. മോനെ തോമാച്ച, നീ അപ്പൂപ്പനോടൊന്ന് പറ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേ. വേണ്ട അപ്പൂപ്പ, സ്വത്ത് മോഹിച്ചല്ല ഞാൻ തിരിച്ചു വന്നത്. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. എന്റെ കൂട്ടുകാരന്റെ ചോരക്കറ വീണ ഈ സ്വത്തൊന്നും എനിക്ക് വേണ്ട. അവന്റെ മരണത്തിന് ഒരു വിധത്തിൽ ഞാൻ ഉത്തരവാദിയല്ലേ. ഞാനാണ് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആർക്കാണെന്ന് വെച്ചാ അപ്പൂപ്പന് ഈ സ്വത്ത് വീതിച്ചു കൊടുത്തു. എനിക്ക് വേണ്ട. അതെ അതെ, അത് ആളിയൻ പറഞ്ഞത് ന്യായമാണ് കേട്ടോ. മിണ്ടാതിരുന്നോളണം. ഇത്രയും ആയിട്ടും നിങ്ങൾ പഠിച്ചില്ലേ? നീലാംബരി, വാ നമുക്ക് മൈസൂരിലേക്ക് തിരിച്ചു പോവാം. നമുക്ക് ജീവിക്കാൻ തെരുവ് സർക്കസ് മതിയടി. അതെ, മനസ്സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. നീലു, നീ പോയി ബാഗ് എടുത്തിട്ട് വാ. ശരി പട്ടു. മോനെ തോമാച്ച, ഞങ്ങളെ വിട്ടു പോകല്ലേടാ. തോമാച്ച, ഈ അപ്പൂപ്പനെയും അപ്പനെയും വിട്ട് പോകല്ലേടാ മോനെ. അപ്പൂപ്പ, അപ്പാ, ഞാൻ വരും. ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോ ഈ തോമാച്ചൻ ഇവിടെ എത്തിയിരിക്കും. പിറന്നൊരി മണ്ണും മാറുകില്ല, നിറഞ്ഞൊരി കണ്ണും തോരുകില്ല.